കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മളൊരു അടിപൊളി ആർട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറേ ബുക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഇതിപ്പോൾ മക്കളുടെ പഴയ എഴുതി ലാസ്റ്റ് ഇയറിലെ മുന്നത്തെ ഇയറിലെ ബുക്കുകൾ, എഴുതിയ ബുക്കുകൾ, അതുപോലെ തന്നെ അല്ലാത്ത ബുക്കുകൾ, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ആർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ഹോം ഡെക്കോർ അല്ലെങ്കിൽ ആർട്ട് എന്നൊക്കെ പറയാം. ഇത് നമ്മുടെ ഒരു കുട്ടി പേപ്പർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ എടുക്കുന്ന അത് വെച്ചിട്ട് നമുക്കൊരു ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മളുടെ ഓൾഡ് ബുക്കുകൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൽ നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ മാഗസിൻസോ ന്യൂസ് പേപ്പേഴ്സോ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബുക്കിലത്തെ നമ്മൾ എഴുതിയ പേജുകളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പേപ്പർ റോൾസ് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അറിയാത്തവരൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഈ നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് ഇതിനിതാ രണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. എനിക്ക് ജസ്റ്റ് അതിനെ ഒന്ന് കട്ട് ചെയ്യാണ്. ഇത്ര നമുക്ക് വിട്ട് മതി, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ആ ഒരു കോർണർ ഭാഗം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിരിച്ചിട്ട് അങ്ങനെ റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് പോലത്തെ വെച്ചിട്ട് അതിന്മേ റോൾ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം അങ്ങനെ വേണമെന്നില്ല, ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ റോൾ ചെയ്യുക. ഇനി നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്യുമ്പോഴൊക്കെ എല്ലാ ഭാഗത്തും ഇരിക്കാനാണ്. ഫുൾ സ്റ്റിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അറ്റത്ത് മാത്രം കുറച്ച് ഗ്ലൂ ഇട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇടയിലൊക്കെ കട്ടിങ് ഒക്കെ വരും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുത്തത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മുടെ പഴയ നോട്ട്ബുക്കുകളിൽ ബാക്കി വരുന്ന പേജ് കൊണ്ടുള്ള ഒരു അടിപൊളി ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർക്കും ഇപ്പോൾ മനസ്സിലായാലും എങ്ങനെ പേപ്പർ ട്യൂബ് ഉണ്ടാക്കാമെന്ന് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചധികം പേപ്പർ ട്യൂബ്സ് ഇതുപോലെ വേണം. അപ്പോൾ കുറേ പേപ്പർ ട്യൂബ്സ് ആദ്യമേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മുടെ ക്രാഫ്റ്റ് തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കുറച്ച് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ടാക്കിയത് പലതും ഞാൻ ചെയ്തെടുത്തു കേട്ടോ. ഇനി ഈ പേപ്പർ ട്യൂബ്സ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ലെങ്ത്ത് ഭയങ്കര കുറവല്ലേ. അപ്പോൾ ലെങ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പേപ്പർ ട്യൂബ്സ് എപ്പോഴും ഒരു സൈഡിൽ കുറച്ച് വീതി കൂടിയിട്ടും ഒരു സൈഡിൽ റൗണ്ട് ചെറുതുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറഞ്ഞ ഭാഗത്ത് ഗ്ലൂ ഇട്ടിട്ട് അടുത്ത ട്യൂബിൻ്റെ കൂടിയ ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് അതുപോലെ കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇനി അടുത്തതിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തതിൻ്റെ ചിലപ്പോൾ ചെറിയ ഭാഗം വേറൊരു ട്യൂബിൽ ചെറിയ ഭാഗത്ത് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഏതിലാണോ ചെറിയ ഭാഗം എന്ന് വെച്ചാൽ അവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വലിയ ഇതിലേക്ക് കയറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2-3 ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ട്യൂബിനെ ഒന്നിങ്ങനെ ട്യൂബ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വള്ളികൾ പോലത്തെ ആ ഒരു ഷേപ്പിലാവില്ലേ, ഇങ്ങനെ ചിരടൊക്കെ പോലെ ആവില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ട്യൂബായിട്ട് തന്നെ വേണ്ട കേട്ടോ, ഇങ്ങനെയൊന്ന് ചെയ്യുന്നതാണ് ഈ ഒരു ക്രാഫ്റ്റിന് നല്ലത്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ഇതുമേ നമ്മുടെ ട്യൂബുമേ കുറച്ച് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ബോട്ടിലെടുത്തേക്കാണ്. അത് റൗണ്ട് കറക്റ്റായിട്ട് ചുറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിലെടുത്തത്. ഓക്കെ, എന്നിട്ട് അതുമേ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് ഗ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുക. ആ ഗ്ലൂ ഇട്ട ഭാഗം തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളതിനെ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടാൽ മതി. കുറച്ച് നമ്മളുടെ ബേസിക് ആയിട്ട് വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും കൂടെ ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പേപ്പർ റോൾ അവിടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടെ ചുറ്റണം. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യാണ്. വേറൊരു ട്യൂബ് എടുത്തു, അതിൻ്റെ ചെറിയ ഭാഗത്ത് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വലുതിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചു. ഓക്കെ, അതൊന്ന് അവിടെ നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ അവിടെ അങ്ങ് ഒട്ടിക്കൊള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്യൂബായിട്ട് തന്നെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പ്രസ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ റൗണ്ട് ഒന്ന് ആക്കിയെടുത്തു. എന്നിട്ട് ഇതിൽ നിന്ന് ബോട്ടിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ റൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിൻ്റെ തിക്നെസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു റൗണ്ടും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇതുമ വെച്ച് ചുറ്റിയെടുത്താണ്. ഒരു ചെറിയ റൗണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലുതും ഒരു ചെറിയ റൗണ്ടും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും പേപ്പർ ട്യൂബ്സ് എടുത്തിട്ടുണ്ട്. നേരത്തെ പോലെയല്ല, നേരത്തെ നമ്മൾ പേപ്പർ 2 പീസസ് ആയിട്ടാണല്ലോ കട്ട് ചെയ്തത്. ഇതൊരു 4 ആക്കി കട്ട് ചെയ്തിട്ട് ചെറിയ തിക്നെസ് വളരെ കുറച്ചിട്ടാണ് ചെയ്തത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ചെറിയ റൗണ്ടിനുള്ളിൽ വെച്ചിട്ട് ഈ കാണുന്ന പോലെ ആ പേപ്പർ ട്യൂബ്സ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ പ്രസ് ചെയ്യരുത് കേട്ടോ, ട്യൂബായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഭംഗി. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 8 പീസ് ട്യൂബ് നമുക്ക് ആവശ്യമുണ്ട്, 8 ട്യൂബ് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മളിതാ ആ ചെറിയ ട്യൂബ് എടുത്തിട്ട് ആദ്യം തന്നെ ചെറിയ റൗണ്ട് എടുത്തിട്ട് നമ്മൾ ഒരു ട്യൂബ് അതുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചു എന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കൂടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ വലിയ റൗണ്ടിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, സെൻറ്ററിലാണ് നമ്മുടെ ആ ചെറിയ റൗണ്ട് വരേണ്ടത്. ആ ഒരു വിധത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ ഗ്ലൂ ഇട്ടിട്ട്, ഫെവിക്കോൾ ആണെങ്കിൽ ഗ്ലൂ എവിടേക്കാണ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു പീസ് വെച്ചു കേട്ടോ. ആദ്യം നമ്മളൊരു പ്ലസ് പോലത്തെ വെച്ചു, ട്യൂബുകൾ ഇങ്ങനെ പ്ലസ് ആയിട്ട് വെച്ചു. ഇനി അതിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ വീണ്ടും അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഓരോ പീസസ് വീണ്ടും നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ 8 പീസസ് നമ്മൾ ചെയ്യാൻ പറ്റും. ആദ്യം ഒരു പ്ലസ് ഡിസൈൻ കൊടുക്കുക, പിന്നെ ആ പ്ലസ് ഡിസൈനിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അത് ഇത്രയേ ഉള്ളൂ, കണ്ടോ. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു പോർഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ 8 പീസസ് വെക്കുക കേട്ടോ. കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, 8 വെക്കുമ്പോൾ കുറച്ച് ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഞാനിപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഫെവിക്കോളൊക്കെ ഇടുന്നത് വെച്ചാൽ ഒരു ഗ്ലാസ് ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ ഒക്കെ ഗ്ലാസ്സിലോ ഒക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 3 പീസസ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേറൊരു ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പേപ്പർ ലെങ്ത്തിൽ എടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ലെങ്ത്തും വിഡ്ത്തൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം മെഷർമെൻറ്റിൽ തന്നെ ഒരു പേപ്പർ പീസ് എടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതുമ്പോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറെടുക്കാം. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മളൊരു പേപ്പർ ട്യൂബ് എടുത്തിട്ട് ഏകദേശം ഈ ഒരു നമ്മൾ നേരത്തെ എടുത്ത പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ലെങ്ത്ത് കണ്ടിട്ട് കട്ട് ചെയ്യുക. കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, കുറഞ്ഞ് കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പേപ്പറിൽ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ ഒട്ടിക്കരുത്, കുറച്ച് ഭാഗം വിട്ടിട്ട് നമ്മൾ ഈ പേപ്പർ ട്യൂബ്സ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിന് എത്ര ലെങ്ത്ത് വേണമെന്ന്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നമ്മളിതാ ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പല വലുപ്പങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു പേപ്പറാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. കാണാൻ വേണ്ടിയിട്ട് വേറൊരു കളറിൽ ഒട്ടിച്ചതാണ് കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഉള്ളിലത്തെ പേപ്പറിൻ്റെ അത്രയും വെച്ചിട്ട് അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്നത്, അധികമായിട്ട് നിൽക്കുന്ന നമ്മുടെ പേപ്പർ ട്യൂബ്സ് ഉണ്ടല്ലോ, അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ആ ആദ്യത്തെ പേപ്പർ ആയിരിക്കണം. ഇപ്പോൾ അതാ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെയോ അതല്ലെങ്കിൽ നമ്മളുടെ ബുക്കിൻ്റെ തന്നെ കവർ ഉണ്ടാവുമല്ലോ, കുറച്ച് ഹാർഡ് ആയിരിക്കില്ലേ അതിൻ്റെ അതായാലും കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഗ്ലൂ ഇട്ടിട്ട് ഇതിൻ്റെ ബേസ് ആണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് കുറച്ച് കട്ടിയിൽ വേണമെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ പേപ്പർ റോൾസ് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും അറ്റത്തെ ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവ തുടങ്ങേണ്ടത് എപ്പോഴും നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രീ ആയിട്ട് ഇട്ടുള്ള കുറച്ച് പോർഷൻ ഉണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ഗ്ലൂ ആദ്യം നമ്മുടെ ആ ഷീറ്റ് പോലത്തെ ഒട്ടിച്ചിട്ട് ഇതാ ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്, അതായത് നമ്മളുടെ ആ ഷീറ്റും വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളുടെ പേപ്പർ റോള് കുറച്ച് എക്സ്ട്രാ ആണ്, അപ്പോൾ അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, അതിനുശേഷം എന്താ നോക്കിക്കോളൂ, നമ്മൾ ഇവിടെ ഇങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആ പേപ്പർ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ആ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിനാണ് നമ്മൾ പേപ്പർ ഇടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയും കൂടി ഇട്ടിട്ട് അത് അങ്ങ് ഒട്ടിക്കുക. അപ്പോൾ അതിങ്ങനെ ഒട്ടി നിന്നോളും. അതിനാണ് നമ്മൾ എക്സ്ട്രാ ഇട്ടത്. കണ്ടോ, ഇപ്പോൾ ഒരു ബോക്സ് പോലത്തെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ നമുക്കൊന്ന് ഒരു നമ്മുടെ എന്താണ് ബുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്, നോട്ട്ബുക്കിൻ്റെ. അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലേസ് പോലെ ആക്കിയിട്ട് ഒരു എന്താ പറയുക വിഡ്ത്ത് കുറവിൽ കട്ട് ചെയ്തെടുത്താണ്. ഇത് നമ്മളിങ്ങനെ ഈ ഒരു താഴത്തെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ
മുകൾ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒട്ടിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പേപ്പർ റോളായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടോ എങ്ങനെ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ 3 നമ്മൾ നേരത്തെ റൗണ്ട് ഉണ്ടാക്കില്ല, അതുപോലെ 3 എണ്ണം ചെയ്തെടുത്തിട്ട് 2 എണ്ണത്തിന് ഉള്ളിൽ ഹോളില്ല കേട്ടോ. ഓക്കെ, ഒരെണ്ണത്തിന് മാത്രമാണ് ആ സെൻറ്റർ ഭാഗത്ത് ഹോളുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ഒരു ചെറിയൊരു പേപ്പർ റോൾ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വീല്, അതായത് ഹോളില്ലാത്ത വീലില്ലേ, അതിൽ നമ്മളിതാ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീല് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പേപ്പർ റോൾ എടുക്കുകയാണ്. അതിനൊന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ നീളത്തിൽ നമുക്ക് വേണം, അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്യണം. സെൻറ്റർ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഓക്കെ, സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഹോൾ ഇട്ട് കൊടുത്ത ഒരെണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണം നമ്മൾ ഹോൾ ഇടാൻ പറഞ്ഞല്ലോ ഉള്ളിൽ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ. എന്നിട്ട് ഇവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതിൻ്റെ മുകളിലും ഇവിടെയും, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ റിങ് വരുന്ന ഭാഗത്തും നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സെൻറ്ററിൽ മാത്രം കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്താലാണ് കുറച്ചും കൂടെ ഒന്ന് പെർഫെക്ഷനായിട്ട് നിൽക്കുക. അപ്പോൾ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്. ഇനി നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. നേരത്തെ ആ റൗണ്ടുകൾ നമ്മൾ കണക്ട് ചെയ്തല്ലോ, ആ 2 റൗണ്ടുകളും ഇതാ പേപ്പർ ട്യൂബ് ഇതുപോലെ വെച്ചിട്ട് ഒരു ലെങ്ത് ഒക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇനി നമുക്ക് വീണ്ടും ഒരു ട്യൂബ് വേണം. അത് നമ്മൾ ആദ്യത്തെ ട്യൂബ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഉള്ളിക്കോടെ ഇട്ടില്ല, അതിൻ്റെ സൈഡിൽ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഹോൾ ഇത്തിരി കാണുന്നത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും 2 സൈഡിലും ഒട്ടിക്കുന്നുണ്ട്. അതായത് ആ പേപ്പർ ട്യൂബ് കണക്റ്റ് ആവുന്ന ആ ഭാഗത്ത് 2 കൊടുത്തു, തുടങ്ങുന്ന ഭാഗത്തും ആ വീലിൻ്റെ അപ്പുറത്തെ സൈഡിലും കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴത്തും മുകളിലായിട്ട് ഇവിടെയും അതുപോലെ മുകളിലായിട്ട്. അതിനുശേഷം അതിൻ്റെ ലെങ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്യാണ്. നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ പേപ്പർ ട്യൂബ് ഇതിൻ്റെ മുകളിലും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചാൽ നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ, നമ്മൾക്ക് ഇതാക്കിയത്, ആ ബോക്സ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം എവിടെയാണ് ഏകദേശം വരിക എന്ന് കണ്ടിട്ട് അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അക്രിലിക്കൊക്കെ യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിലും ഞാൻ അതേപോലെ തന്നെ ഒരു ബാസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെക്കാം. ഞാൻ കുറച്ച് ഫ്രഷ് ലീവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ചെടിയുടെ തന്നെ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആർട്ട്. നല്ല രസമാണ്, നമുക്ക് ഹോം ഡെക്കോറായിട്ടൊക്കെ വെക്കാം. അതിൽ ഡൈനിങ് ടേബിൾ മേലൊക്കെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഈ പേപ്പറിന് പകരമായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ബോക്സസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ച് ചെടി നമുക്ക് വളർത്താം. മണി പ്ലാന്റ് അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് വളർത്താം, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. ഈ പേപ്പർ ആയതുകൊണ്ട് അതിൽ വെള്ളമൊന്നും ഒഴിക്കാനും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബോക്സ് വെച്ചിട്ട് അതിൽ മണ്ണിട്ടിട്ട് ചെടി വെച്ചിട്ട് ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പം നല്ല രസമാണ് കാണാനായിട്ട്, ഒരു വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആർട്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.